സംസ്ഥാനത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ ചമഞ്ഞ് തട്ടിപ്പ് വ്യാപകമെന്ന് പരാതി. ഹോട്ടൽ ഭക്ഷണത്തിനെതിരെ പരാതി ലഭിച്ചുവെന്ന പേരിൽ ഉടമകളിൽ നിന്ന് പണം ഈടാക്കുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ ഇടുക്കി, കോഴിക്കോട് മേഖലകളിൽ നിന്നുള്ള ഹോട്ടൽ ഉടമകൾ പരാതി നൽകി. മലബാർ മേഖലയിലും മധ്യ കേരളത്തിലുമായാണ് ഹോട്ടൽ ഉടമകളിലേക്ക് ഫോൺ കോൾ എത്തുന്നത്. പാർസൽ വാങ്ങിയ ഭക്ഷണം കഴിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവർ പരാതി നൽകിയെന്നാണ് ഫോൺ കോളിൽ പറയുന്നത്. ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നയാൾ 50,000 രൂപ വരെ ചുമത്താൻ പറ്റുന്ന കേസിൽ നിന്നൊഴിവാകാൻ 10,000 രൂപ ഗൂഗിൾ പേ നൽകാൻ ആവശ്യപ്പെടുന്നുവെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. തിരൂരിലും കോഴിക്കോടും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും എറണാകുളം നഗരത്തിലും ഫോൺ കോളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാം ഒരു നമ്പറിൽ നിന്നു തന്നെ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഗ്രൂപ്പിൽ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് തട്ടിപ്പാണ് എന്ന് മനസ്സിലായത്. ഏറ്റവും തിരക്കുള്ള സമയത്താണ് ഇയാൾ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ആന്തലാണ്. കാരണം ഫുഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അത് എത്ര 100% നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താലും എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് സംശയം തോന്നും. അതുകൊണ്ടാണ് ഈ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ അത് പേടിക്കുന്നത്. സംശയം തോന്നിയ പലരും തിരിച്ചു വിളിച്ചപ്പോൾ മറുതലക്കൽ ഫോൺ എടുത്തതുമില്ല. ഫോൺ വിളിച്ച ആളെ ആരും ഇതുവരെ നേരിൽ കണ്ടിട്ടുമില്ല. പൊതുപ്രശ്നമായി മാറിയതോടെ പോലീസിൽ ഹോട്ടൽ ഉടമകൾ പരാതി നൽകി. ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും സമാനമായ പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആവശ്യം. 24 തൊടുപുഴ.